എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ ആണ്. ഈ ബസ് ഞാൻ വാങ്ങിച്ചതാണ്. ഡാമേജ് ഒക്കെ ചെറുങ്ങനെ അടിച്ചു വരാം. നോക്കണ്ട, ഒന്ന് ചെറുങ്ങനെ അടിച്ചു പോയി. സാഡ് ഒന്ന് ബസ് ഓടിക്കാൻ പിന്നെ ലൈക്ക് അടിക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് വിടുക. നെക്കി പൊട്ടിച്ചോ ലൈക്ക് ബട്ടണും ഷെയറും ബെല്ലൈക്കണോ എല്ലാം അടിച്ചു വിട്ടോ. നമ്മൾ ഇറങ്ങിക്കുന്നില്ല, അപ്പത്തേക്കുമായ ഇറങ്ങിട്ട് കാലു പുതിയ ബസ്. ആകെ ബസ്സിന് 2 ആൾക്കാരാണ്. അവിടെ നേരെ പോവാൻ കഴിയില്ല. വളക്കണേ, ഇനി വളക്കണം. അങ്ങോട്ടേക്ക് ഇനി പോവാൻ കഴിയില്ല. അങ്ങോട്ടേക്ക് റോഡ് ബ്ലോക്ക് ആവായി. എന്താണ് അടുത്ത പണി കഴിയുമെന്നറിയില്ല. അയിലോട്ട് എടുത്തോണ്ട് ഈ സ്ഥലം ഇതൊക്കെ ഇങ്ങനെ കുലുങ്ങുന്ന അവിടേക്ക് ഇട്ടോണ്ട് വണ്ടി നീങ്ങില്ല. ഇതാണ് ഈ സ്ഥലത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്തതാണ്. കുറച്ചൊന്ന് സൈഡാക്കാം. ഇതെന്താണ്? നമ്മളെ വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ സൂക്ഷിച്ചെടുക്കുക. ഇതാണ് നമ്മളെ വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ്. കണ്ടില്ലേ? L7540LD. സ്പേസ് ഉണ്ടായിട്ട് ഇതിലൂടെ ഇങ്ങനെ വണ്ടി എടുക്കില്ല. അപ്പൊ അടുത്ത സ്പോട്ടിൽ പോവാം. മൊബൈൽ സമയം എങ്ങനെയാണ് അടിച്ചു പോയത്?
തൊടുന്നോലോ ഞാൻ സ്പീഡിലിടും എന്താണ് ഇത് നോക്ക് ബാക്ക് ടയർ ആണെങ്കിൽ ഇങ്ങനത്തെ ഇഷ്ടമല്ല വളയും ചെയ്യില്ല സ്പീഡ് കൊടുക്കണം ഇങ്ങനെയാണെങ്കിൽ എൻ്റെ പഴയ ബസ്സാണ് അതിൽ പാട്ടില്ല ഇതിലും പാട്ടില്ല കാണിച്ചാണ് സോങ് എടുക്കാം കണ്ടോ പാട്ടായിട്ട് പിന്നെ എന്തെന്നാ ഈ ഇൻഡിക്കേറ്റർ ലൈറ്റും പിന്നെ ഞാൻ ഇത് വെച്ചാണ് വൈപ്പർ ഇട്ടുകൊണ്ടാണ് ഞാൻ ബസ്സിലിരുന്നത് മഴ പോയാൽ നമുക്ക് പോവാം ഗൈസ് ഗൈസ് ബസ് കുറച്ചൊന്ന് പുറത്താണ് ബസ് കുറച്ച് പുറത്താണ് വണ്ടികൾക്ക് പോകാൻ കഴിയുമെന്ന് ടെസ്റ്റ് ചെയ്തു ഇങ്ങനെ ഓവർടേക്ക് ചെയ്തു അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കയറ്റിയത് കുറച്ച് കയറ്റി അത് നേരത്തെ നാളില്ലേ ആൾക്കാൾ വന്നോണ്ടിരിക്കുന്ന വണ്ടി പോയിട്ട് തട്ടി വലിയ വണ്ടി ചെയ്യുന്നു അച്ഛനും മോനെ മാറി ഹലോ മിസ്റ്റർ ഒന്ന് മാറി ആണ്ടിന്റെ കുണ്ടിക്കൊയിട്ട് വരുന്നു അതിക്ക് റിവേഴ്സ് ഇട്ടിട്ട് കയറ്റണോ ജോൺ ബസ് സ്റ്റോപ്പാണോ അതിൻ്റെ ഉള്ളിൽ കയറ്റി ലൈറ്റൊക്കെ എന്തിനാ റിവേഴ്സ് ഇവിടെ വെറുതെ നോക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് ഗൈസ് ഇവിടെ പൊളിഞ്ഞെടുക്കുന്നേ ഗൈസ് നമുക്ക് നോക്കി ഈ ബസ് കൊല്ലുമ്പോ നോക്കാം ഗൈസ് പണിക്കാരാ ഇവിടെ ഒക്കെ നമുക്കറിയാം ഇതെന്താ ഇതെന്താണ് കഴുകാനല്ല 200
rupees കൊടുത്തു. ഗൈസ് നമ്മളെ ബസ് നമ്മൾ കൈകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കുട്ടപ്പനാവും ഗൈസ്. വണ്ടി മയത്ത് ഓടിയിട്ട് ഞാൻ ചളിയായതാ ഗൈസ്. അതെന്താ വണ്ടിന്റെ ഉള്ളിൽ അങ്ങനെ കേൾക്കുന്നേ? അതെനിക്കറിയില്ല. നമ്മളെ ബസ് കുട്ടപ്പനായി. ഓക്കെ ഗൈസ് നമ്മളെ ഗ്ലാസ്സെല്ലാം കുടുകുടുന്ന് വൃത്തിയായി കിടക്കുന്ന നോക്കിയാ. ഗ്ലാസ്സെല്ലാം വൃത്തിയായിട്ട് നമ്മളെ ബസ്സിന്റെ ഫോട്ടോ എടുക്കാം. ബസ്സിന്റെ ബുക്കും പേപ്പറും എല്ലാം എടുക്കണം. ഈ ബസ്സിന്റെ ഫോട്ടോ ഇല്ല. അത് നമുക്ക് പോയിട്ട് അങ്ങോട്ട് പോയി ആൾക്കാരെ മാറി. അപ്പൊ ഇത് വൺ വേ ആളുകളും അതായാ ഒറ്റക്കുള്ള ഓട്ടം കൊടുക്കുന്നില്ല. നമ്മളെ ബസ്സിന്റെ ബാക്ക് ഫോട്ടോ. നമ്മളെ ബസ് ഇപ്പം കുളിച്ചിട്ട് ഇറങ്ങി. ബസ്സിന്റെ നമ്പർ പ്ലേറ്റ് നമ്മൾ എടുക്കാം. ബസ്സിന് നമ്പർ പ്ലേറ്റ് ഇല്ല. ഓക്കെ ബാക്ക് ഫോട്ടോ എടുത്തു. സൈഡ് ഫോട്ടോ ഇതാണ് സൈഡിൻ്റെ ഫോട്ടോ. സ്ഥലം നമുക്കറിയില്ല. ആടുന്നു നടന്നൊക്കെ അപ്പം നമ്മൾ ബസ് റോഡ് മേലോട്ട് ഇറക്കാം. ബാ ഇനി എന്തിനു ഗൈസ് നമ്മൾ വൈപ്പർ ഇട്ടിനി ക്ലീൻ ആവാൻ വേണ്ടി. പെട്രോൾ തീരാനായി. സ്കൂളിൽ ഈ സ്കൂളിൽ ട്രിപ്പ് എടുക്കണമെന്ന് ഈ അപ്പുറത്ത് സ്കൂളാ അപ്പൊ ഇതൊന്നു ബ്രേക്ക് ഇട്ട് മാറാം.
എന്താ ഞാൻ തൊട്ടിട്ടില്ലല്ലോ, അപ്പത്തേക്കും പോയാ. ഈ പുതിയ നമ്പർ പ്ലേറ്റ് ആരും ബസ്സിന് എപ്പം നോക്കിയാലും പഴയ വണ്ടിന്ന് വരെ. മഞ്ഞ നമ്പർ പ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് ഓട്ടോ ഓടുന്ന വണ്ടിയായിരുന്നു. ആ മഞ്ഞക്കളർ അവിടെ ബസ്സാറിനെ കൊണ്ട് മാറാൻ പറ്റില്ല. ചേച്ചി അല്ല ബസ് സ്റ്റാർട്ടാക്കിയിരുന്നു. ബസ്സിൻ്റെ പെട്രോൾ ഇടിച്ച് പിന്നെ നമ്മൾ വൈറ്റ് വെക്കണം. പിന്നെ ആടെ സീറ്റ് ഫുള്ളായെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ആടുത്ത ബസ് ഡ്രൈവറാണ്. ആടെ ബസ്സുകളൊന്നുമില്ല. ആ സ്കൂട്ടർ പറ്റിയേ ബാക്ക് സ്കൂട്ടർ അടിച്ച് ലോറിക്കാരെ. ലോറി ബാക്ക് എടുക്കല്ലേ. ബ്ലോക്കായി. ആ സ്കൂട്ടറിനെ പിടിച്ച് നമ്മൾ അപ്പുറത്താക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഏതോ വാങ്ങാന് വാങ്ങാനിങ്ങനെ ഈ സ്കൂട്ടർ എന്താ മറന്നു എടുക്കുന്നേ. നേതാക്കണം എടാ ഇവന് നമ്മളെ ബസ്സിനെ കൊണ്ട് കേസായല്ലോ. ബസ് പോലീസ് പിടിക്കാനാണ്. ബസ് പോലീസ് പിടിക്കുക. എല്ലാ ആക്സിഡൻറ്റും നടന്നുകൊണ്ട് ഒന്ന് മാറി ബസ് കയറണ്ട. അതാരും ബസ് ഫുള്ളും കേസാവും. വണ്ടി ആക്സിഡൻറ്റിൻ്റെ കാരണം ഞാൻ ബസ്സെന്ന് പറഞ്ഞപ്പോൾ ആ ബസ് ഞാൻ ഇറങ്ങിയത് അപ്പോഴത്തേക്ക് ഇടിച്ചു പോയി. ഇവിടെ വണ്ടികളൊന്നും വരില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആക്സിഡൻ്റ് ആയിപ്പോയി. ഫുൾ ആക്സിഡൻ്റ് ആയി. ഞാൻ ലൈക്ക് അടിക്കാനും മറന്നിട്ടില്ലല്ലോ. ഇതെന്താണ് ബാക്കോട്ട് ഇറങ്ങിപ്പോൾ ഫ്രണ്ടോട്ട് ഇറങ്ങിപ്പോന്ന ഇത്ര സ്ഥലമല്ല ഗൈസ്. കുറച്ചും കൂടി ബാക്ക് കുറച്ചും കൂടി
തീരു. സെക്കൻഡ് പാർട്ട് അപ്പുറത്തിറങ്ങിയ കുയില് വീഴു. അയ്യോ ഗൈസ്, ബസ് ഓഫട്ടെ. പെട്രോൾ അതിനെ നീർത്താൻ ബൈക്ക് എടുക്കണ്ടേ. ഇവിടെ തന്നെ കിടക്കണം. നമ്മളിപ്പോ കൊയിലിറങ്ങി. അയ്യോ, നമ്മളാരെങ്കിലും രക്ഷിക്കണേ. പറയണ്ട ഗൈസ്, കേറു. ആ ചേച്ചി എന്താ അതിലൂട്ടലും മൂന്നേ? ചേച്ചി ഇതാ ഫുട്പാത്ത്. ഏയ് ചേട്ടാ, ഇതല്ലേ ഫുട്പാത്ത്. ആ ചേട്ടൻ എന്താ? അയ്യോ മഴ, ബസ്സിൽ കയറട്ടെ. അയ്യോ മഴ മഴ മഴ, പനി പിടിക്കൂ. ഇതെന്താ പോസ്റ്റിന്റെ മുമ്പിൽ തന്നെ ഞാൻ പോയിട്ട് ഇട്ടുകൊടുത്തിന്. നമ്മളിവിടുന്ന് എടുക്കുക. അതാരാ? അച്ഛനും മോനും അമ്മയും. ചളി പിടിക്കുന്ന സംശയം ബസ്സിൽ. ഇപ്പം കൈക്ക് കളു ആകെ. ബസ്സിന്റെ മിററെല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാ. ഈ ബസ്സിന്റെ ലുക്ക് പക്ഷെങ്കിൽ ബാക്ക് ടയർ ഇങ്ങനെ അളക്കുമ്പോൾ അയ്യോ ഇവിടെ എടുത്ത ഗൈസ്. വേറൊരു വലിയ സ്പോട്ട്. ഏതോ വീട്ടിൽ പോയി എടുത്താ. ചെറിയ വീടാണ് ഉണ്ടാക്കിയാണ്ട്. ഇതെങ്ങനെ ഈ ബസ്സെല്ലാം വരുന്നേ? അല്ലാടാ 94. അല്ല, ഇവിടുന്ന് ഞാൻ ഇപ്പൊ എങ്ങനെ റിയോസ് എടുക്കൂ? വേറെ നോക്കട്ടെ ഗൈസ്. അപ്പുറത്തെ സൈഡ് ഓക്കെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. മിറർ ഓക്കെ ആണോ നോക്കാം. ഇവിടെ എടുക്കാം. എന്താണ് ആ മതി. ലേറ്റർ കൊണ്ട കൊടുക്കാം. അല്ലോ ഹസ് ഓഫ് ചെയ്യാ. ഇതാണ്ട് ബസ് വീണ്ടോ പോയി. ഒയ്യോ, ഞാൻ വിചാരിച്ച് ബാക്കോട്ടുള്ള കയറാണ്. ആ ബസ് പറ്റി കാട്ടില്ല, ഏതോ കാട്ടി പോകുന്നുണ്ട്. അയ്യോ, ബാക്കെടുക്ക്. അയ്യോ ലോറി വന്നേ. പടച്ചോനെ, ലോറി അവിടെ മുട്ടി. എടാ റിവേഴ്സ് വാ. ഓടടാ, മുമ്പിൽ കൂടെ എടുത്തോ. എടുക്ക്. ഈടാ ലോറിക്കാരതാ എടുക്കുന്നേ. ഡേയ് എടാ, ഇനിയും കൂടി ഉന്തേടല്ല.
ഗൈസ് പോലീസ് എന്തായാലും പിടിക്കൂ എന്നെ. ആവസോതാവും സ്ട്രൈറ്റ് പോ. ബസ്സൊക്കെ എന്താ പോസ്റ്റ് മേടിച്ചാ? ഓക്കെ നമുക്ക് റോക്കറ്റ് റെഡി 1 2 3 സ്റ്റാർട്ട്. നേരത്തെ പൊട്ടിച്ചതാ. ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും അടിച്ചു കിട്ടോ. നേക്കി പൊട്ടിച്ചോ. അങ്ങനെ ഞാൻ വീഡിയോ ഇടൂ. വണ്ടി ഓഫായി പോയി. അയ്യോ ഗൈസ് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഗൈസ്. സ്പീഡ് കൊണ്ട് ആ ലോറി പോകുന്ന പോക്കണ്ടി ഗൈസ് നിങ്ങള് പറഞ്ഞിട്ട്. അയ്യോ പോയി. സോറി ഗൈസ്, നിങ്ങൾ നോക്കണ്ട, നേരത്തെ പോയി. അപ്പം ബൈ. സെക്കൻഡ് പാർട്ട് എടുക്കും.